നരേന്ദ്രമോദിയുടെ വരവോടെ ഇന്ത്യ അടിമുടി മാറിക്കഴിഞ്ഞു. പ്രധാനമന്ത്രിയായി നീണ്ട കാലത്തോളമുള്ള ഭരണത്തിലോട്ട് ഇന്ത്യയിലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലെയും ഭരണം BJP കൈപ്പിടിയിലുമാക്കി. അപ്പോഴേക്കും ഇന്ത്യയുടെ ഉത്ഭവം മുതൽക്കേയുള്ള പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് ക്ഷയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ത്യയൊട്ടാകെയുള്ള കണക്കെടുത്താലും കേരളത്തിന്റെ കണക്കെടുത്താലും കോൺഗ്രസിൽ നിന്നും BJPയിലേക്കുള്ള ഒഴുക്കിൽ വൻ വർധനവാണ് നടക്കുന്നത്. തങ്ങളുടെ പൂർവികരായ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഇപ്പോഴും അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. BJPയുടെ സ്ഥാപക നേതാക്കളായ അടൽ ബിഹാരി വാജ്പേയിയും LK അദ്വാനിയും മുതൽ KG മാരാരും O രാജഗോപാലും വരെ ചർച്ചകളിലും പ്രസംഗങ്ങളിലും ആവർത്തിക്കാറുള്ള രണ്ട് പേരുകളുണ്ട്: ശ്യാമപ്രസാദ് മുഖർജി, ദീൻദയാൽ ഉപാധ്യായ. രാജ്യത്ത് ഹിന്ദുത്വ രാഷ്ട്രത്തിന് ആശയപരമായ അടിത്തറയിട്ട ഇരുവരുടെയും അകാല മരണവും ഈ നേതാക്കന്മാരുടെ വികാരം തുളുമ്പുന്ന വാക്കുകളിലൂടെ പ്രവർത്തകരുടെ മനസ്സിലും പതിഞ്ഞു. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവുമായുള്ള വിയോജിപ്പ് മൂലം കേന്ദ്ര മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച ശേഷം 1951 ഭാരതീയ ജനസംഘം രൂപീകരിച്ച ശ്യാമപ്രസാദ് മുഖർജി ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന അനുച്ഛേദം 307 റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രക്ഷോഭത്തിനിടെയാണ് പോലീസ് കസ്റ്റഡിയിൽ മരിച്ചത്. ജനസംഘത്തിന്റെ പ്രത്യശാസ്ത്രമായ ഏകാത്മ മാനവദർശം രൂപപ്പെടുത്തിയ സമർത്ഥനും കഠിനാധ്വാനിയുമായിരുന്നു ദീൻദയാൽ ഉപാധ്യായ. അദ്ദേഹം തന്റെ ട്രെയിൻ യാത്രക്കിടെ UPയിലെ മുഗൾ സാറായ റെയിൽവേ സ്റ്റേഷനിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു. ഇവരിൽ ശ്യാമപ്രസാദ് മുഖർജിക്ക് മാത്രമേ ദേശീയ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യമുണ്ടായിരുന്നുള്ളൂ. ദീൻദയാൽ തുടക്കം മുതൽ അതിന് സമാന്തരമായുള്ള ധാരയുടെ ഭാഗമായി RSSലാണ് പ്രവർത്തിച്ചത്. മുഖർജിയെ കൂടാതെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാവുകയും പിന്നീട് തീവ്ര ഹിന്ദുത്വ ആശയങ്ങളെ വരിക്കുകയും ചെയ്ത പ്രമുഖ നേതാവ് VD സവർക്കർ മാത്രമായിരുന്നു. പക്ഷേ മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം സംശയത്തിന്റെ നിഴലിലായി. നിരവധി ഭാഷാ ദേശീയതകളും ഉപദേശീയതകളും പ്രാദേശിക സത്വങ്ങളും കൂടിക്കലർന്ന ഇന്ത്യയിൽ രാഷ്ട്രീയാധിപത്യം ഉറപ്പിക്കുന്നതിന് ഈ നേതാക്കന്മാരുടെ പൈതൃകം മാത്രം മതിയാവില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് BJP പുറമേ നിന്നുള്ളവരെ തേടിയിറങ്ങിയത്. ദേശീയ പ്രസ്ഥാനത്തിന്റെ കുത്തക കൈവശം വെച്ച് സമയാസമയത്ത് രാഷ്ട്രീയം മൂലധനമാക്കിയിരുന്ന കോൺഗ്രസ് പലപ്പോഴായി പല കാരണങ്ങൾ പറഞ്ഞ് ഒതുക്കിയവരെയാണ് അവർ ലക്ഷ്യം വെച്ചത്. അങ്ങനെയാണ് ഭഗത് സിംഗ് മുതൽ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിന്റെ ഭീഷ്മാചാര്യനായ നമ്മുടെ K കരുണാകരൻ വരെ അവരുടെ മുൻനിരയിൽ വന്നത്. ഭഗത് സിംഗ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ അടുത്ത കാലം വരെ ദേശീയ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം അവകാശപ്പെട്ടിരുന്നില്ല. അഹിംസയുടെ പാതവിട്ട ഭഗത് സിംഗിനെ കുറിച്ച് പറയാൻ ഒരു കാലത്തും കോൺഗ്രസ് നേതൃത്വത്തിന് താല്പര്യമില്ലായിരുന്നു. അടുത്ത ഊഴം സുഭാഷ് ചന്ദ്രബോസിന്റേതായിരുന്നു. 2 തവണ കോൺഗ്രസ് അധ്യക്ഷ പദം അലങ്കരിക്കുകയും പിന്നീട് പാർട്ടി വിട്ട് INA രൂപീകരിക്കുകയും ചെയ്ത സുഭാഷിനോട് നെഹ്റുവും അനുയായികളും എന്തോ മഹാ അപരാധം ചെയ്തെന്ന പ്രചാരണത്തിന്റെ തുടക്കം അവിടെ മുതലായിരുന്നു. സുഭാഷിന്റെ ദുരൂഹ മരണവും ജവഹർലാൽ നെഹ്റു ബ്രിട്ടീഷുകാർക്ക് എഴുതിയതായി പറയപ്പെടുന്ന കത്തും ആ പ്രചാരണത്തിന് വിശ്വാസ്യത നൽകി. തായ്വാനിലെ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുള്ള നേതാജിയുടെ ചിതാഭസ്മം ഇന്ത്യയിൽ എത്തിക്കാൻ കോൺഗ്രസ് സർക്കാർ മുൻകൈ എടുത്തില്ലെന്ന ആരോപണം ബംഗാളികളെ വൈകാരികമായി സ്വാധീനിക്കാൻ ധാരാളമായിരുന്നു. കോൺഗ്രസിന്റെ നേതൃത്വം ഇന്ദിരാഗാന്ധിയുടെ കയ്യിൽ എത്തിയതോടെ വിസ്മൃതിയിലായ സർദാർ വല്ലഭായ് പട്ടേലിന് അവരുടെ മരണശേഷവും നീതി ലഭിച്ചില്ലെന്ന് തന്നെ പറയാം. 10 വർഷം മുൻപ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഗുജറാത്തിൽ ഗംഭീരമായൊരു പ്രതിമ സ്ഥാപിച്ച് അവിടെ വിനോദസഞ്ചാര കേന്ദ്രമാക്കുകയും ചെയ്തതോടെ സർദാർ വല്ലഭായ് പട്ടേൽ കോൺഗ്രസിന്റെ കൈവിട്ടുപോയി. മഹാത്മാഗാന്ധിയുടെ വധത്തെ തുടർന്ന് 1.5 വർഷത്തോളം RSSനെ നിരോധിച്ച മുൻ ആഭ്യന്തരമന്ത്രിയെ ഏറ്റെടുക്കാൻ മുൻപ് പ്രചാരകനായിരുന്ന മോദിക്ക് പ്രത്യശാസ്ത്രം തടസ്സമായിരുന്നതേയില്ല. ലോകമടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരെ ആയുധമെടുക്കാതെ പുറത്താക്കിയ മഹാത്മാവായ ഗാന്ധിയെ അത്ഭുതത്തോടെയാണ് അവർ നോക്കിക്കാണുന്നത്. അവർക്ക് ഇപ്പോഴും നിർമ്മാണ രഹസ്യം പിടികിട്ടാത്ത ആയുധമാണ് അഹിംസ.